എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ റെയിൽവേ എന്ന് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. റിക്രൂട്ട്മെന്റിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. തിരുവനന്തപുരത്ത് സെപ്പറേറ്റ് വേക്കൻസി ഉണ്ട്. സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. റിക്രൂട്ട്മെന്റിലേക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 14 ഒക്ടോബർ 2025 വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് RRBയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കുമ്പോൾ 500 രൂപ ഫീസ് ഉണ്ട്. എക്സാം അറ്റൻഡ് ചെയ്താൽ 400 രൂപ നമുക്ക് ഫീസ് റീഫണ്ട് ആയിട്ട് കിട്ടുന്നതാണ്. SC ST വുമൺ കാൻഡിഡേറ്റ്സിന് 250 രൂപയാണ് ഫീസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. റിക്രൂട്ട്മെന്റിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് സെക്ഷൻ കൺട്രോളർ ആണ്. ലെവൽ 6 ആണ് സാലറി സ്കെയിൽ. 37,400 ആണ് ബേസ് സാലറി. ഇത് കൂടാതെ HR DA തുടങ്ങിയ ധാരാളം അലവൻസുകൾ, സെൻട്രൽ ഗവൺമെന്റ് അലവൻസുകൾ ലഭിക്കുന്നതാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. 20 മുതൽ 33 വയസ്സ് വരെ അൺറിസർവ്ഡിനും 36 വയസ്സ് വരെ OBCയും 38 വയസ്സ് വരെ SC ST കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാം. 368 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് സെപ്പറേറ്റ് വേക്കൻസി ഉണ്ട്. നമുക്ക് ലാസ്റ്റ് ഓരോ RRB സോണിന്റെയും വേക്കൻസി നോക്കാം. സോ റിക്രൂട്ട്മെന്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ഗ്രാജുവേറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലന്റ് ആണ്. ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 33 വയസ്സ് വരെ അൺറിസർവ്ഡിന് 2/1/1993 തൊട്ട് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. OBC കാൻഡിഡേറ്റ്സ് 36 വയസ്സ് വരെയാണ്. 2/1/1990 തൊട്ട് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. SC ST കാൻഡിഡേറ്റ്സിന് 38 വയസ്സ് വരെയാണ്. 2/1/1988 തൊട്ട് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 1/1/2006 വരെ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക. നമുക്കിതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. CBT ഉണ്ടായിരിക്കുന്നതാണ്. 100 മാർക്കിന് 120 മിനിറ്റിൻ്റെ എക്സാമിനേഷനാണ് ഉണ്ടായിരിക്കുന്നത്. മാത്തമാറ്റിക്കൽ കേപ്പബിലിറ്റി 60 ക്വസ്റ്റ്യൻ, ലോജിക്കൽ കേപ്പബിലിറ്റി 20 ക്വസ്റ്റ്യൻ, മെന്റൽ റീസണിങ് 20 ക്വസ്റ്റ്യൻ, ടോട്ടൽ 100 ക്വസ്റ്റ്യൻ, 120 മിനിറ്റിൻ്റെ എക്സാമിനേഷനാണ് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം CBAT ഉണ്ടായിരിക്കുന്നതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് റിക്രൂട്ട്മെന്റിലേക്ക് ഓരോ RRBയിലേക്കുള്ള വേക്കൻസി എത്രയാണെന്ന് നോക്കാം. ബാംഗ്ലൂർ RRBയിലേക്ക് 24 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം RRBയിലേക്ക് 19 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചെന്നൈയിലേക്ക് 5 വേക്കൻസിയുമാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ധാരാളം RRBയിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 368 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. താങ്ക്